Hello friends, welcome to Jaicys Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ബീഡ്സും കുന്തൻ സ്റ്റോണും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആരി എംബ്രോയിഡറി ബ്ലൗസ് ആണ്. ഈ സെയിം ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെ നെക്ക് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുക്കുന്നത് സെറി ത്രെഡ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ 2 റോ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നീഡിൽ ഈ ഒരു രീതിയിൽ കുത്തിയെടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബ്ലൗസിൻ്റെ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 റോയിൽ ചെയിൻ സ്റ്റിച്ച് സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രഷർ ഫൂട്ടറൊക്കെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ സെറി ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിപ്പം സെക്കൻഡ് റോ നമ്മൾ സെയിം സെറി ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്. ഇനി ഇവിടെ സർദോസി നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതാണ് നമ്മൾ നെക്സ്റ്റ് റോയിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. സർദോസി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ചെറിയ ചെറിയ പീസസ് ആണെങ്കിലും അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒറ്റ ഒരു ലൈൻ പോലെ വരുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ലൈൻസ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ലോങ് ലൈനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ലോങ് ലൈൻസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഷുഗർ ബീഡ്സ് നീഡിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഒരു 14 ഷുഗർ ബീഡ്സ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ബീഡ്സ് വെച്ചിട്ട് ഞാൻ അതൊന്ന് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു റൗണ്ട് ബീഡ് വെക്കുകയാണ്. സൈസ് നമ്പർ 5ൻ്റെ ഒരു റൗണ്ട് ബീഡും കൂടെ വെച്ചിട്ട് അതും നമ്മളൊന്ന് നോട്ട് ചെയ്തെടുക്കണം. ഇനി ആ റൗണ്ട് ബീഡിന് ചുറ്റും ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 2 ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ചെരിച്ച രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ആ സ്റ്റോൺസിൻ്റെ 2ൻ്റെ സെൻറ്ററിൽ ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ എൻഡിൽ ഒരു 3 റൗണ്ട് ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി സ്മോൾ ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അവിടെ ഒരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്.
ഒരു റൗണ്ട് ബീഡാണ് വെക്കുന്നത്. ഇനി ആ റൗണ്ട് ബീഡിന് ചുറ്റും ഒരു സർദോസിയുടെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള 2 കുന്തൻ സ്റ്റോണും 3 കുന്തൻ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു റൗണ്ട് വൈറ്റ് കുന്തൻ സ്റ്റോണും പിന്നെ ഒരു ചെറിയ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഗ്ലൂ ഉണങ്ങിയ ശേഷം നമ്മൾ ഈ ഒരു പോർഷനിൽ ആ സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണില്ലേ അതിന് ചുറ്റും ഷുഗർ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ബ്ലൗസിൻ്റെ നെക്ക് വരിക. ഇത് ബാക്ക് നെക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്ക്. ഇത് സ്ലീവാണ്. ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിലും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.